2004 മുതൽ ഇയാൾ അവിടെയുണ്ട്. ഏത് പോറ്റി പല രൂപത്തിൽ ഈ ശബരിമലയിൽ നിന്ന് വിട്ടുനിന്ന കാലത്തും ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. ബാംഗ്ലൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരിയായിട്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. അവിടുത്തെ തന്ത്രി ആരാണ്? ഇദ്ദേഹം തന്നെ. ഈ രാജീവരർ തന്നെയാണ് അവിടുത്തെ തന്ത്രി. അപ്പോൾ ഇവരുടെ ലിങ്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇവരെല്ലാ കാലത്തും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ അവിടെ സ്പോൺസർ എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത് തന്ത്രി രാജീവരരാണ്. നമ്മൾ ഇതെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്തോ പുതിയ അറിവ് പോലെ പറയുന്ന അല്ലല്ലോ. നമുക്കെല്ലാം ഇത് നേരത്തെ അറിയാം, എല്ലാവർക്കും അറിയാം, എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം ഈ കാര്യങ്ങളെല്ലാം. ഇത് തന്ത്രി അറിയാതെ അങ്ങനെ ഈ എളുപ്പത്തിൽ അവിടെ നിന്ന് അഴിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് അറിയാം. ശബരിമലയിൽ സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് യുവതീ പ്രവേശ സമയത്ത് ആ വിവാദമുണ്ടായപ്പോൾ സുപ്രീം കോടതി വിധിയെ എതിർത്ത് ഞാൻ ശബരിമല പൂട്ടിയിടുമെന്ന് പറയുന്നത് ഈ തന്ത്രികളാണ്. മനസ്സിലായില്ലേ? ആ തന്ത്രിമാർ, അത്ര അധികാരവും പദവിയുമുള്ള തന്ത്രി ഇങ്ങനെയുള്ള കാര്യം അറിയുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് ഈ ഇദ്ദേഹത്തിന് ഈ അറസ്റ്റ് നോട്ടിലുണ്ട് കൃത്യമായിട്ട്. കാരണം എന്താ, ഇത് അവിടെ നിന്ന് അഴിച്ചു കൊണ്ടുപോയത് തന്ത്രി അറിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മഹസറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇത് ഇല്ലാത്ത കാലത്ത് അവിടെ തന്ത്രി പൂജ നടത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ആ നോട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ അന്വേഷണ സംഘം. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വലിയ തട്ടിപ്പിന് ഒന്നുകിൽ തന്ത്രി കൂട്ടുനിന്നു. മാത്രമല്ല, ഈ തന്ത്രിയെ സംശയിക്കാൻ വേറെയും കാരണങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞതാണ് വാജി വാഹനം. അതായത് ഈ പറയുന്ന അവിടുത്തെ കൊടിമരത്തിന് അങ്ങനെ വലിയൊരു കുഴപ്പമുണ്ടായിട്ടില്ല എന്ന് ആ കാലത്ത് തന്നെ ചർച്ചയുണ്ടായിരുന്നു. എന്തിനാണ് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് കൊടിമരം മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? തന്ത്രി പറഞ്ഞാൽ മാറ്റണം, അതാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം കേരളീയ ക്ഷേത്ര രീതികൾ പ്രകാരം ഏറ്റവും വലിയ അധികാരി തന്ത്രിയാണ്. തന്ത്രി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡുകൾ പോലും തന്ത്രിമാരുടെ അടുത്ത് വച്ചാനിച്ച് നിൽക്കേണ്ടി വരുന്നത്. എപ്പോഴും നമ്മളിപ്പോൾ ഈ കേരളത്തിൽ ആവർത്തിച്ച് കേൾക്കുന്ന ചർച്ചയുണ്ടല്ലോ, ക്ഷേത്രം വിശ്വാസികളെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ആ വിശ്വാസികൾ മാത്രം കൈകാര്യം ചെയ്യണമെന്നുള്ള വാദത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇത്. ആ വിശ്വാസികളിലെ ഏറ്റവും വലിയ മുത്തപ്പനല്ലേ തന്ത്രി എന്ന് പറയുന്നത്. ആ തന്ത്രിയാണ് ഇവിടെ ഇരുന്ന് ഈ പണി ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിസ്സാരമായി ഏൽപ്പിച്ചു കൊടുക്കാവുന്ന സംഗതി അല്ല ഇത് എന്നുള്ളതെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാവുന്ന സംഭവമായത്.